നമ്മൾ നോക്കുന്നത് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെടുത്തി 2026, 25, 24 കാലഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും എൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ, 2026 ചോദിച്ച ചോദ്യമാണ്. വിച്ച് ഈസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ബി യൂസ്ഡ് ഇൻ ദി ഫോളോയിങ് സെൻറ്റൻസ്? ഇറ്റ് ഈസ് വെരി റൂഡ് ടു പോയിന്റ് ഡാഷ് ദ പീപ്പിൾ. കണ്ടല്ലോ, 2 ഓപ്ഷനിലുണ്ട്, അതുപോലെ അറ്റ് ഓപ്ഷനിലുണ്ട്, ബൈ ഉണ്ട്, 4 ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത് ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ചോദ്യം ചെയ്യണേ. ഇപ്പോൾ പോയിന്റ് അറ്റ്, ഇത് പണ്ടും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, മുമ്പും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പോയിന്റ് നമ്മൾ ഒരു കാര്യത്തെ ചൂണ്ടി പറയുന്നു, എടുത്തു പറയുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അറ്റാണ് ഉപയോഗിക്കുന്നത്. പോയിന്റ് അറ്റാണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലേ? പോയിന്റ് അറ്റ് എന്ത് ചെയ്യുന്നു? ക്ലോക്ക്, ആ ക്ലോക്കിലേക്ക് പോയിന്റ് ചെയ്ത് പറഞ്ഞു. ഒരു കാര്യം ചൂണ്ടി പറയാൻ വേണ്ടിയിട്ട് പോയിന്റ് അറ്റ്, അവിടെ പോയിന്റ് അറ്റ് ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ് ഡാഷ്. ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ് ഡാഷ്. ഓഫ് ഉണ്ട്, ഡബിൾ ഓഫ് ഉണ്ട്, ഓൺ ഉണ്ട്, 4 ഉണ്ട്. ഏതാ? ആസ്ക്ഡ് 4 ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ആസ്ക്ഡ് 4 അവിടെ ഉത്തരമായിട്ട് വരുന്നു. ആസ്ക്ഡ് 4 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി സിൻസ് അല്ലെങ്കിൽ 4, സിൻസ് അല്ലെങ്കിൽ 4 എവിടെ പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കും എന്ന് ചോദിച്ചാൽ, ഒരു സാധാരണഗതിയിൽ പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാനാണ് 4 അല്ലെങ്കിൽ സിൻസ് ഉപയോഗിക്കുന്നത്. ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് 4 ആണ് ഉപയോഗിക്കുന്നത്. പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസ്, പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ 4 ഉപയോഗിക്കുന്നു. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഹാസ് ബീൻ, അതുപോലെ ഹാവ് ബീൻ, അതുപോലെ ഹാഡ് ബീൻ വരുന്ന സെന്റൻസുകളിലെല്ലാം നമുക്ക് എന്തുപയോഗിക്കാം? സിൻസ് അല്ല എങ്കിൽ 4 ഉപയോഗിക്കാം. സിൻസ് അല്ലെങ്കിൽ എന്തുപയോഗിക്കാം? 4 ഉപയോഗിക്കാം, മറക്കരുത്. നോക്കി അടുത്തത് ചോദ്യം. ദ ട്രഷർ വാസ് ബറീഡ് ഡാഷ് ആൻഡ് ഓക്ക് ട്രീ. ദ ട്രഷർ വാസ് ബറീഡ് ഡാഷ് ആൻഡ് ഓക്ക് ട്രീ. അറ്റുണ്ട്, ഇന്നുണ്ട്, ബെനീത്ത് ഉണ്ട്, ഓണുണ്ട്. ഏതാ? നമുക്ക് ഒന്നിനടിയിൽ എന്ന അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. ഒരു വസ്തുവിനടിയിൽ, ഒന്നിനടിയിൽ എന്ന് പറയാൻ വേണ്ടി ഏത് ഉപയോഗിക്കുന്നു? ബെനീത്ത് ഉപയോഗിക്കുന്നു. ഏത് ഉപയോഗിക്കുന്നു? ബെനീത്ത് ഉത്തരമായിട്ട് ഉപയോഗിക്കുന്നു. അണ്ടർ എന്ന അർത്ഥത്തിൽ പറയുന്നു, ബെനീത്ത്. ഈ എബോ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന എബോ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കുന്നു? എബോ മുകളിൽ എന്ന അർത്ഥം വരുന്നതാണ് എബോ ഉപയോഗിക്കുന്നത്. എന്നാൽ ബിലോ ആണെങ്കിൽ ബിലോ താഴെ എന്ന അർത്ഥത്തിൽ ബിലോ ഉപയോഗിക്കുന്നു. എബോ എന്നാൽ മുകളിൽ എന്ന അർത്ഥം വരുന്നിടത്തും, ബിലോ എന്നാൽ താഴെ എന്ന അർത്ഥം വരുന്നിടത്തും ഉപയോഗിക്കുന്നു. എന്നാൽ അണ്ടർ എന്നാലോ, അണ്ടർ അടിയിൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അണ്ടർ എന്നാൽ അടിയിൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇനി അതേപോലെ ഇൻറ്റു എന്ന് പറഞ്ഞാലോ, ഒന്നിനുള്ളിലേക്ക് എന്ന അർത്ഥത്തിലാണ് ഇൻറ്റു ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിനുള്ളിലേക്ക്, എന്തിനെങ്കിലും ഉള്ളിലേക്ക് എന്ന അർത്ഥത്തിൽ ഇൻറ്റു ഉപയോഗിക്കുന്നു. എന്നാൽ അപ്പോൺ ആണെങ്കിലോ, അപ്പോൺ മീൻസ് ഒന്നിനു മുകളിലേക്ക് എന്ന അർത്ഥത്തിലാണ് അപ്പോൺ ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിന് മുകളിലേക്ക് എന്ന അർത്ഥത്തിൽ അപ്പോൺ ഉപയോഗിക്കുന്നു. അതുപോലെ ത്രൂ ആണെങ്കിലോ ഒന്നിലൂടെ കടന്നു പോകുന്നു എന്ന അർത്ഥത്തിൽ ത്രൂ ഉപയോഗിക്കുന്നു. ത്രൂ ദ റോഡ്, ത്രൂ ദ ഗ്ലാസ്, ത്രൂ ദ വിൻഡോ, ഒന്നിലൂടെ കടന്നു പോകുന്നു എന്ന അർത്ഥത്തിൽ ത്രൂ ഉപയോഗിക്കുന്നു. അതുപോലെ ബിസൈഡ് ആണെങ്കിലോ, ബിസൈഡ് അരികിൽ എന്ന അർത്ഥം വരുന്നത് ബിസൈഡ് ഉപയോഗിക്കുന്നു. അതുപോലെ ബിസൈഡ്സ് ആണെങ്കിലോ, ബിസൈഡ്സ് കൂടാതെ എന്നർത്ഥം വരുന്നിടത്ത് ബിസൈഡ്സ് ഉപയോഗിക്കുന്നു. ഇനി ഈ അറ്റ് എന്ന പ്രിപ്പോസിഷൻ എവിടെയൊക്കെ ഉപയോഗിക്കാം? വ്യക്തമായ സമയത്തിന് മുന്നിൽ അറ്റ് ഉപയോഗിക്കാം. ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. വ്യക്തമായ സ്ഥലത്തിന് മുന്നിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. അതുപോലെ വില, എണ്ണം, അതുപോലെ തൂക്കം, സ്പീഡ് എന്നിവയ്ക്ക് മുന്നിൽ അറ്റ് ഉപയോഗിക്കാം. അതുകൂടാതെ നമുക്ക് വയസ്സിന് മുന്നിലും എന്തുപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. വയസ്സിന് മുന്നിലും അറ്റ് ഉപയോഗിച്ചിട്ട് പറയാം. ഇന്നാണെങ്കിലോ, ഇന്നെവിടേക്ക് ഉപയോഗിക്കാം? ഒന്നിനുള്ളിൽ, ഒരു വസ്തുവിനുള്ളിൽ എന്ന് പറയാൻ വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്നു. മാസം, വർഷം,
അതുപോലെ മാസങ്ങൾ, വർഷം, സീസൺ എന്നിവയ്ക്ക് മുന്നിൽ ഇൻ ഉപയോഗിക്കുന്നു. മാസം, വർഷം, സീസൺ എന്നിവയ്ക്ക് മുന്നിൽ ഇൻ ഉപയോഗിക്കുന്നു. അതുകൂടാതെ ഏതിനു മുന്നിൽ ലോങ് ഡ്യൂറേഷൻ പീരീഡ്, അതായത് ഒരു ദിവസത്തിന്റെ ഭാഗത്തിന് മുന്നിൽ ഇൻ ഉപയോഗിക്കുന്നു. ഒരു കെട്ടിടത്തിനുള്ളിൽ ജോലി ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഇൻ ഉപയോഗിക്കുന്നു. ഇന്നേ ബാങ്ക്, ഇന്നേ സ്കൂള്, ഇന്നാൻ ഓഫീസ് ഇങ്ങനെ ചേർത്തിട്ട് പറയുന്നു. രാജ്യങ്ങളുടെയും കോണ്ടിനെന്റുകളുടെയും ഒക്കെ പേരിന് മുന്നിൽ ഇൻ ഉപയോഗിച്ചിട്ട് പറയാം. എന്നാൽ ഓണാണെങ്കിലോ ഒന്നിനു മുകളിൽ എന്ന അർത്ഥത്തിലാണ് ഓൺ ഉപയോഗിക്കുന്നത്. മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വസ്തുവിന് മുകളിൽ എന്ന അർത്ഥത്തിൽ ഓൺ ഉപയോഗിക്കുന്നു. ഡേറ്റിന് മുന്നിൽ, തീയതികൾക്ക് മുന്നിൽ ഓൺ ഉപയോഗിക്കുന്നു. ആഴ്ചകളുടെ പേരിന് മുന്നിൽ ഓൺ ഉപയോഗിക്കുന്നു. ഓപ്പൺ പ്ലേസ്, ജോലി സ്ഥലമാണെങ്കിൽ അവിടെ ഓൺ ഉപയോഗിക്കുന്നു. അപ്പോൾ ഓൺ ആൻ എസ്റ്റേറ്റ്, ഓൺ എ ഫാം. മൃഗങ്ങൾക്ക് മുകളിൽ സഞ്ചാരമാർഗമാക്കിയാൽ ഓൺ ഉപയോഗിക്കുന്നു. ഓൺ എ ഹോഴ്സ്, ഓൺ ആൻ എലിഫന്റ്. ഫൂട്ട്, കാൽനടയായി നടക്കുന്നു എന്ന് കാണിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. ഓൺ ഫൂട്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് അവിടെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആയോ? അടുത്ത ചോദ്യം നോക്കി. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ് വിത്ത് ദ പ്രോപ്പർ യൂസ് ഓഫ് പ്രിപ്പോസിഷൻ. താഴെ 4 സെന്റൻസ് തന്നിട്ടുണ്ട്. ഇതിലെ പ്രിപ്പോസിഷൻ ഉചിതമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഏത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ദേ ആർ ഡിപ്പെൻഡിങ് ഇൻ ഈച്ച് അതർ ഉണ്ട്. ഇവിടെ ഡിപ്പെൻഡിങ് ഇന്ന് വരുമോ? ഡിപ്പെൻഡിങ് ഓൺ ഈച്ച് അതർ ആണ് വരേണ്ട. ഓൺ, ഇന്നല്ല ഓൺ. അപ്പോൾ ആ സെന്റൻസ് തെറ്റാണ്. ദ ബുക്ക് ഈസ് ഫുൾ വിത്ത് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. ഇവിടെ ഫുള്ള് കഴിഞ്ഞിട്ട് വിത്താണ് കിടക്കുന്നത്, വിത്തല്ല, ഫുൾ ഓഫ് ആണ് വരേണ്ടിയിരുന്നത്. ഫുൾ ഓഫ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് എന്ന് വരണമായിരുന്നു. അപ്പോൾ ആ സെന്റൻസും തെറ്റ്. അടുത്തത് ഷീ അല്ലെങ്കിൽ ഇൻസിസ്റ്റഡ് ഓൺ ഹെൽപ്പിംഗ് ഹിം. ഇൻസിസ്റ്റ് എന്ന വാക്ക് കഴിഞ്ഞാൽ ഓൺ ചേർത്തിട്ട് പറയാം, ശരിയാണ്. ആ സെന്റൻസ് സി ഓപ്ഷൻ ശരിയാണ്. അടുത്തത് ഹി കൺഗ്രാജുലേറ്റ് ടു ഹെർ സക്സസ്. ഓൺ ഹെർ സക്സസ് എന്നാണ് പറയേണ്ടത്, ടു ഹെർ അല്ല. ഓൺ ഹെർ സക്സസ് ആണ് അവിടെ പറയേണ്ടിയിരുന്നത്, ഓൺ ആണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ ആ സെന്റൻസും തെറ്റ്. കൺഗ്രാജുലേറ്റ് ഓൺ ഹെർ സക്സസ് എന്നാണ്, അല്ലെങ്കിൽ ഹെർ സക്സസ് എന്നാണ് പറയുന്നത്. ഓൺ ഹെർ സക്സസ്. അപ്പോൾ നമുക്ക് ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇൻറ്റന്റ്, ഇൻസിസ്റ്റ്, കീന് കഴിഞ്ഞാൽ ഓൺ പ്ലസ് ING നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ഇൻറ്റന്റ്, ഇൻസിസ്റ്റ്, കീൻ ജെറണ്ടിലും പഠിച്ചതാണ്, പ്രിപ്പോസിഷനിലും പഠിച്ചതാണ്. അടുത്ത ചോദ്യം. ദേ വെയർ നോട്ട് അഷെയിംഡ് ഡാഷ്. അഷെയിംഡ് ഡാഷ് ഈച്ച് അതർ. ടു ഉണ്ട്, എബൌട്ട് ഉണ്ട്, ഓഫ് ഉണ്ട്, OFF ഉണ്ട്. ഏതാ? അഷെയിംഡ് ഏത് വരുന്നു? ടു. അഷെയിംഡ് ടു ഹഗ് ഈച്ച് അതർ വരുന്നു. ടു ഹഗ് ഈച്ച് അതർ. അഷെയിംഡ് ടു ഹഗ് ഈച്ച് അതറോട് ഉത്തരമായിട്ട് വരുന്നു. അല്ലേ? പരസ്പരം ആലിംഗനം ചെയ്യുന്നതിൽ അവർക്കൊരു നാണക്കേടുമില്ല. ടുവോട് ഉത്തരമായിട്ട് വരും. ടു മറ്റെവിടെയൊക്കെ ഉപയോഗിക്കും? ഒന്ന് നമ്മുടെ ഏതിന് മുന്നിൽ? ഡയറക്ഷന് മുന്നിൽ ടു ചേർത്ത് പറയും. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് പറയുന്നു? നമ്മൾ പോകുന്ന ഡയറക്ഷനുകൾ. ടു തിരുവനന്തപുരം, ടു കൊല്ലം, ടു പത്തനംതിട്ട, ഇങ്ങനെയുള്ള ഡയറക്ഷന് മുന്നിൽ ടു ചേർത്തിട്ട് പറയാം. ഒന്നിലേക്ക് തിരിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടു ചേർത്തിട്ട് പറയാം. ഒന്നിലേക്ക് തിരിഞ്ഞു. ടു സ്റ്റഡി, ടു സ്പിരിച്വൽ എഫക്റ്റ്, ഇങ്ങനെ ഒന്നിലേക്ക് വഴിമാറി എന്ന് പറയാൻ ടു ഉപയോഗിക്കുന്നു. അതുപോലെ ടു ഉപയോഗിക്കുന്ന മറ്റൊരു കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വാക്കുകൾ കഴിഞ്ഞാൽ ടു ചേർത്തിട്ട് പറയാം. ഒന്നാമത്തത് വിത്ത് എ വ്യൂ. ഒന്നാമത്തെ വാക്ക് ഏതാ? വിത്ത് എ വ്യൂ. രണ്ടാമത്തത് ലുക്ക് ഫോർവേഡ്. മൂന്നാമത്തത് ഒബ്ജക്റ്റഡ്. നാലാമത്തത് അഡിക്റ്റഡ്. അഞ്ചാമത്തത് അക്യുസ്റ്റോംഡ്. അടുത്തത് ഡെഡിക്കേറ്റഡ്. അടുത്തത് കമ്മിറ്റഡ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം? ടു ചേർത്തിട്ട് പറയാം. വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ് കഴിഞ്ഞാൽ ടു ചേർക്കാം. അതുപോലെ പ്രിഫർ. വാക്കുകൾ ഏതൊക്കെയാ? പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം? ടു ചേർത്തിട്ട് പറയാം. പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം?
ടു ചേർത്തിട്ട് പറയാം. അടുത്ത ചോദ്യം നോക്കിയേ. ഹി ഹാസ് ബീൻ ലിവിങ് ഇൻ ഡൽഹി ഡാഷ് 2015. അപ്പോൾ വർഷങ്ങൾക്ക് മുന്നിൽ നമുക്ക് ഇന്നാണ് പൊതുവേ ചേർക്കുന്നത്. നമുക്ക് എന്തായാലും ഓപ്ഷനിൽ ഇന്ന് വല്ലതും ഉണ്ടോ? ഇല്ല. നമുക്ക് ഫ്രം ഉണ്ട്, ഫോർ ഉണ്ട്, സിൻസ് ഉണ്ട്, ബൈ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാസ് ബീൻ അല്ല എങ്കിൽ ഹാവ് ബീൻ അല്ല എങ്കിൽ ഹാഡ് ബീൻ വരുന്ന സെൻറ്റൻസിൽ നമുക്ക് സിൻസ് ഉപയോഗിക്കാം, ഫോർ ഉപയോഗിക്കാം. ഇവിടെ ദാ ഹാസ് ബീൻ വന്നിട്ടുണ്ട്, സിൻസ് ഉപയോഗിക്കാം, ഫോർ ഉപയോഗിക്കാം. സിൻസും ഉണ്ട്, ഫോറും ഉണ്ട്. ഈ സിൻസ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ടൈമിനെയും ഒരു പ്രത്യേക കാലത്തെയും ഫോർ എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ടൈമിനെയും സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉത്തരം വരുന്നു സിൻസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ സി സിൻസ്. 2015 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് ടൈം ആയതുകൊണ്ട് സിൻസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് പ്രിപ്പോസിഷൻ ആണ് ചോദ്യം. ഹി ഫോട്ട് ഡാഷ് ഹിസ് ലൈഫ് ദ ഹോൾ ഡേ. ജീവിതത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, ജീവിതത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നു ദിവസം മുഴുവൻ. ഏതാ? ഫോർ ഹിസ് ലൈഫ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഫോർ ഹിസ് ലൈഫ്. വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ അല്ലെങ്കിൽ ഒപ്പം എന്നർത്ഥത്തിലാണ് വിത്ത് ഉപയോഗിക്കുന്നത്. കൂടെ അല്ലെങ്കിൽ ഒപ്പം എന്നർത്ഥത്തിൽ വിത്ത് ഉപയോഗിക്കുന്നു. ഹി കംസ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഇനി ബൈ എവിടെ ഉപയോഗിക്കാം? ബൈ വാഹനങ്ങളുടെ പേരിന് മുന്നിൽ ബൈ ഉപയോഗിക്കാം. നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, ഡോറുള്ള വാഹനങ്ങൾ, അല്ലെങ്കിൽ മൂടിയുള്ള വാഹനങ്ങൾ. ബൈ ബസ്, ബൈ കാറ്, ബൈ ജീപ്പ്, ബൈ ഓട്ടോ, ബൈ ഷിപ്പ്, ബൈ ട്രെയിൻ, ഇങ്ങനെയുള്ള മൂടിയുള്ള വാഹനങ്ങളാണെങ്കിൽ ബൈ ചേർത്തിട്ട് പറയാം. അടുത്ത ചോദ്യം നോക്കിയേ. വാട്ട് ആർ യു ലുക്കിംഗ് ഡാഷ്, വാട്ട് ആർ യു തിങ്കിങ് ഡാഷ്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? വാട്ട് ആർ യു, നമുക്ക് അതിൽ തന്നെ എഴുതി നോക്കാം. വാട്ട് ആർ യു ലുക്കിംഗ് ഏത് വരുന്നു? ലുക്കിംഗ് അറ്റ്. വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ് അല്ലേ? വാട്ട് ആർ യു തിങ്കിങ് ഓഫ്. ലുക്കിംഗ് അറ്റ് മീൻസ് ഗ്ലാൻസ്. നീ എന്താണ് നോക്കുന്നത്, നീ എന്താണ് ചിന്തിക്കുന്നത്, അങ്ങനെയല്ലേ വരുന്നത്. ഇപ്പം ലുക്ക് അറ്റ് മീൻസ് ഗ്ലാൻസ് എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ? അറ്റും ഓഫും. ഇതാ കിടക്കുന്നു അറ്റ് ഓഫ്. ഏതാ ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത്? ഏതാ? ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. അറ്റ് ഓഫ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. എ ഓപ്ഷൻ. അടുത്ത ചോദ്യം നോക്കിയേ. രോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് ലേണിംഗ് ന്യൂ ലാംഗ്വേജ്. നമ്മൾ പഠിച്ചതാണ് ഇൻട്രസ്റ്റഡ്. അതേപോലെ സക്സസ് അതുപോലെ ഇൻട്രസ്റ്റഡ്. ഈ വാക്കിൽ കഴിഞ്ഞാൽ ഇൻ പ്ലസ് ING ആയിരിക്കും. ജെറണ്ടിൽ പഠിച്ചതാണ്. സക്സസ് ഇൻട്രസ്റ്റഡ് കഴിഞ്ഞാൽ ഇൻ പ്ലസ് ING. ദാ ഇവിടെ ING ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തും കൂടെ എഴുതിയാൽ മതി, ഇന്നും കൂടെ എഴുതിയാൽ മതി. ഇന്നേതാ? ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരുന്നു. ഇന്നോട് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദ പോയം ടെംപ്റ്റ്സ് ദ റീഡേഴ്സ് ടു പൗണ്ടർ ഡാഷ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ഏതാ? പൗണ്ടർ ഓവർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓവർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. അടുത്ത ചോദ്യം നോക്കിയേ. മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ്. നേരത്തെ വന്ന പോലത്തെ ഒരു ചോദ്യം. ഡാഷ് റീഡിങ് സയൻസ് ഫിക്ഷൻ. ഏതാ? ഇൻട്രസ്റ്റഡ് കഴിഞ്ഞാൽ എന്ത് വരും എന്ന് പറഞ്ഞു? ഇന്ന് വരും. ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് സയൻസ് ഫിക്ഷൻ. അടുത്ത ചോദ്യം നോക്കിയേ. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഡാഷ് ദ ലാസ്റ്റ് 10 years. നോക്കിയേ. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING വരുന്നു. സിൻസ് അല്ലെങ്കിൽ ഫോർ വരാം. രണ്ടും ഓപ്ഷനിലുണ്ട്. ലാസ്റ്റ് 10 years എന്ന് പറയുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? ഫോർ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം. സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു റിഫ്രൈൻ ഡാഷ് ബാഡ് കമ്പനി. റിഫ്രൈൻ നമ്മൾ പഠിച്ചു. റിഫ്രൈൻ എന്ന വാക്ക് കഴിഞ്ഞാൽ എന്ത് ചേർക്കണം? ഫ്രം ചേർത്ത് പറയണം. റിഫ്രൈൻ, പ്രൊഹിബിറ്റ്, പ്രിവെന്റ് കഴിഞ്ഞാൽ ഫ്രം ചേർക്കണം. ഏതാ? ഓപ്ഷൻ ഡി ഫ്രം അവിടെ ഉത്തരമായിട്ട് വരും. റിഫ്രൈൻ, പ്രൊഹിബിറ്റ്, പ്രിവെന്റ് കഴിഞ്ഞാൽ ഫ്രം ചേർക്കണം. ആബ്സെന്റ്, അബ്സ്റ്റെയിൻ, ബോറോ. വാക്കുകളൊന്ന് പറഞ്ഞേ. ആബ്സെന്റ്, അബ്സ്റ്റെയിൻ, ബോറോ,
ഡിസെൻഡ്, ഡൈവേർട്ട്, എസ്കേപ്പ്, ഫ്രീഡം, റെസിഗ്നേഷൻ. ആബ്സെന്റ്, അബ്സ്റ്റെയിൻ, ബോറോ, ഡിസെൻഡ്, ഡൈവേർട്ട്, എസ്കേപ്പ്, ഫ്രീഡം, റെസിഗ്നേഷൻ. ആബ്സെന്റ് ഫ്രം, അബ്സ്റ്റെയിൻ ഫ്രം, ബോറോ, ഡിസെൻഡ്, ഡൈവേർട്ട്, എസ്കേപ്പ്, ഫ്രീഡം, റെസിഗ്നേഷൻ, റിഫ്രൈൻ, പ്രൊഹിബിറ്റ്, പ്രിവെന്റ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഫ്രം ചേർത്തിട്ട് പറയാം. ഈ ഫ്രം എവിടെ ഉപയോഗിക്കുന്നു? സാധാരണഗതിയിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ സൂചിപ്പിക്കാനാണ് ഫ്രം ഉപയോഗിക്കുന്നത്. ഫ്രം തിരുവനന്തപുരം, തിരുവനന്തപുരത്ത് നിന്ന് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, ഹി ഹാഡ് റിക്കവേർഡ് ഡാഷ് ഹിസ് ഇൽനെസ്. ഏതാ? ഫ്രം ഹിസ് ഇൽനെസ്. ഫ്രം ഹിസ് അതൊക്കെ പറയുമ്പോഴേ കിട്ടുന്ന ഫ്രം ഹിസ് ഇൽനെസ്, അസുഖത്തിൽ നിന്ന് റിക്കവറായി. അടുത്ത ചോദ്യം നോക്കിയേ, ഐ ആം ഫോണ്ട് ഡാഷ് മ്യൂസിക്. ഓൺ ഉണ്ട്, ഇന്നുണ്ട്, ഓഫ് ഉണ്ട്, വിത്ത് ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? ഐ ആം ഫോണ്ട്, ഫോണ്ട് ഡാഷ് മ്യൂസിക്. ഏതാ? ഫോണ്ട് ഓഫ് മ്യൂസിക്. കോൺഫിഡൻറ്റ്, വാക്ക് പഠിച്ചോണം. കോൺഫിഡൻറ്റ്, ഫോണ്ട്, ടൈഡ്. കോൺഫിഡൻറ്റ്, ഫോണ്ട്, ടൈഡ് കഴിഞ്ഞാൽ ഓഫ് ചേർത്ത് പറഞ്ഞു. കോൺഫിഡൻറ്റ് ഓഫ്, ടൈഡ് ഓഫ്, ഫോണ്ട് ഓഫ്. കോൺഫിഡൻറ്റ്, ഫോണ്ട്, ടൈഡ് കഴിഞ്ഞാൽ ഓഫ് ചേർത്ത് പറയണം. അടുത്ത ചോദ്യം നോക്കിയേ, there is a river dash my house. ഏതാ ഉപയോഗിക്കുന്നത്? ബിസൈഡ് ഉണ്ട്, ബൈ ഉണ്ട്, ബിസൈഡ്സ് ഉണ്ട്, അറ്റ് ഉണ്ട്. എന്താണ് ഈ ബിസൈഡും ബിസൈഡ്സും തമ്മിൽ വ്യത്യാസം? ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ എന്ന അർത്ഥത്തിലും ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഈ എമങ്ങും ബിറ്റ്വീനും തമ്മിൽ വ്യത്യാസം എന്താ? എമങ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് എമങ് ഉപയോഗിക്കുന്നു. രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ എന്ന് പറയാൻ വേണ്ടി ബിറ്റ്വീൻ ഉപയോഗിക്കുന്നു. ഇവിടെ നദിയുടെ തീരത്ത്, തീരം എന്ന് പറയുന്നത് ഏതാ? ബിസൈഡ്. എ ഓപ്ഷൻ, ബിസൈഡ് അരികിൽ, ബിസൈഡ്സ് കൂടാതെ. അപ്പം ബിസൈഡോട് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, അവർ ന്യൂ ഓഫീസ് ഈസ് കാപ്പബിൾ ഡാഷ് ഹാൻഡ്ലിംഗ് 100 കസ്റ്റമേഴ്സ് പെർ അവർ. ക്യാപ്പബിൾ കഴിഞ്ഞാൽ ഏത് ചേർത്ത് പറയണം? ഓഫ് ചേർത്ത് പറയണം. ക്യാപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ്, ക്യാപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ്. ഓഫ് എന്ന് പറഞ്ഞ ഒരു കാരണത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ അബണ്ടൻസ്, അഫ്രൈഡ് വാക്കുകൾ പഠിച്ചോണം. അബണ്ടൻസ്, അഫ്രൈഡ്, ബിവയർ, ക്യാപ്പബിള്, സെൻസിബിള്. ഏതൊക്കെയാ വാക്കുകൾ? അബണ്ടൻസ്, അഫ്രൈഡ്, ബിവയർ, ക്യാപ്പബിള്, സെൻസിബിള്, ഫോണ്ട്, ടയേർഡ്. ഫോണ്ട്, ടയേർഡ്, ഫോണ്ട്, ടയേർഡ്, കോൺഫിഡൻറ്റ്, കോൺഫിഡൻറ്റ്, ഫോണ്ട്, ടയേർഡ്. ഈ വാക്കുകളൊക്കെ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഓഫ് ചേർത്തിട്ട് പറയണം. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഓഫ് ചേർത്തിട്ട് പറയണം, മറക്കരുത്. അടുത്ത ചോദ്യം, ഷി വാസ് ബോൺ ഡാഷ് നവംബർ 2000. നവംബർ 1952. ഏതാ? മാസങ്ങളുടെ പേരിന് മുന്നിൽ ഇന്ന് ചേർത്തിട്ട് പറഞ്ഞ മാസം, വർഷം, സീസൺ ഒക്കെ ആണെങ്കിൽ ഇന്ന് ചേർക്കാം. ഇൻ നവംബർ 1952 ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം, ദ പ്രപ്പോസൽ ഹാഡ് സിഗ്നിഫിക്കൻറ്റ് ഡ്രോബാക്സ് സോ ഷീ വാസ് ആംഗ്രി ഡാഷ് മൈ ഡിസിഷൻ ടു അക്സെപ്റ്റ് ഇറ്റ്. ആംഗ്രി എന്ന വാക്ക് കഴിഞ്ഞാൽ, ആംഗ്രി എന്ന വാക്ക് കഴിഞ്ഞാൽ ആംഗ്രി വിത്ത് എ പേഴ്സൺ, ആംഗ്രി വിത്ത് എ പേഴ്സൺ, ആംഗ്രി അറ്റ് എ തിങ്, ആംഗ്രി അറ്റ് എ തിങ്ങും ആംഗ്രി വിത്ത് എ പേഴ്സണും. അപ്പോൾ ആംഗ്രി ഇവിടെ പേഴ്സൺ അല്ല കിടക്കുന്നത്, ഒരു തീരുമാനം, ഒരു കാര്യത്തെയാണ്. അപ്പോൾ ആംഗ്രി അറ്റ് ആണ് ഉത്തരമായിട്ടുള്ളത്. ആംഗ്രി അറ്റ് മൈ ഡിസിഷൻ. ഇപ്പോൾ ജീവനില്ലാത്ത കാര്യങ്ങളെയാണ് ആംഗ്രി കഴിഞ്ഞിട്ട് കിടക്കുന്നതെങ്കിൽ ഇവിടെ അറ്റ് ഉപയോഗിക്കുക. ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്കാണ്. എന്തെങ്കിലും നൗണുകളോ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന നൗണൊക്കെ വരികയാണെങ്കിൽ ആംഗ്രി വിത്ത് അവിടെ ഉപയോഗിക്കണം. അടുത്ത ചോദ്യം നോക്കിയേ, ദ ഫ്ലൈസ് ഫെൽ ഡാഷ് ദ ഷെൽഫ്. ഫെൽ ഓഫ്, താഴേക്ക് വീണു. ഏതാ? ഫെൽ ഓഫ്, ഓ ഡബിൾ എഫ് ഓഫ്. ഫെൽ ഓഫ് ദ ഷെൽഫ്, താഴേക്ക് വീഴുക എന്നർത്ഥത്തിൽ ഓ ഡബിൾ എഫ് ഓഫ് പറയും. അടുത്ത ചോദ്യം, ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദ ചൈൽഡ്. ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദ ചൈൽഡ്. ബിലോങ്സ് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറഞ്ഞാൽ? ബിലോങ്സ് ടു ദ ചൈൽഡ്, ടു ദ ചൈൽഡ്. ടു ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി, മൈ ടീച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് റീഡിങ് നോവൽസ്. നമ്മൾ മുമ്പ് ഇതേപോലത്തെ ഒരു ചോദ്യം ചെയ്തതാണ്.
ഇൻട്രസ്റ്റഡ് സക്സസ് കഴിഞ്ഞാൽ എന്ത് ചേർക്കാം ഇൻ പ്ലസ് ഐ എൻ ജി. അപ്പൊ നോക്കി ഇങ്ങനെ പിടിക്കുക ടെഫ TEFA ടെഫ BIPS ഇന്ന് ചേർത്ത് പറയുന്ന വാക്കുകളാണ്. ടെഫ BIPS ടീയിൽ വരുന്ന വാക്ക് ട്രസ്റ്റ് ഈയിൽ വരുന്ന വാക്ക് എക്സ്പേർട്ട് എഫിൽ വരുന്ന വാക്ക് ഫെയ്ത്ത് എ ആണെങ്കിൽ അബ്സോർബ് ബി ആണെങ്കിൽ ബിലീവ് ഐ ആണെങ്കിൽ ഇൻവോൾവ്ഡ് ഇൻട്രസ്റ്റഡ് പി ആണെങ്കിൽ പ്രോഗ്രസ് പ്രൈഡ് എസ് ആണെങ്കിൽ സക്സസ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചേർത്ത് പറയാം ഇന്ന് ചേർത്തിട്ട് പറയാം. അടുത്ത ചോദ്യം നോക്കി. നൈന വാസ് അമൈസ്ഡ് ഡാഷ് ഹെർ ഓൺ സ്ട്രെങ്ത്. ഈ അമൈസ്ഡ് എന്ന വാക്ക് കഴിഞ്ഞാൽ എന്ത് ചേർക്കണം പഠിച്ചതാണ് അറ്റ് ചേർത്തിട്ട് വേണം. അമൈസ്ഡ് അറ്റ് ചേർത്തിട്ട് വേണം. അത് നമ്മൾ കോഡ് എങ്ങനെയാണ് പഠിച്ചത് ബി കുത്ത് ലാറ LAARA വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഗെയിം കളിക്കാരനാണ്. ബിയിൽ വരുന്ന വാക്ക് ബാർക്ക് ബ്രെയിൻ ലാറ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഗെയിം കളിക്കാരനാണ്. ബിയിൽ വരുന്ന വാക്ക് ബാർക്ക്. എൽ ആണെങ്കിലോ ലാഫ് എല്ലിൽ വരുന്ന വാക്ക് ലാഫ്. എ ആണെങ്കിൽ എയിൽ വരുന്ന വാക്ക് എയിം. അടുത്ത എ ആണെങ്കിൽ എബിലിറ്റി അടുത്ത എയിൽ വരുന്ന വാക്ക് എബിലിറ്റി. ആറാണെങ്കിൽ റീജോയിസ്. അടുത്ത എ ആണെങ്കിൽ അമൈസ് അമൈസ്ഡ് വന്നിരിക്കുന്നു. ഡബ്ല്യു ആണെങ്കിൽ വണ്ടർ. സി ആണെങ്കിൽ ക്ലവർ. ജിയിൽ 3 വാക്കുണ്ട് ഗുഡ് ഗ്ലാൻസ് ഗെസ് അപ്പൊ ഇത് പഠിച്ചു വെച്ചിരിക്കാം. ഈ വാക്കിൽ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർക്കാം അറ്റ് ചേർത്ത് പറയാം. അടുത്ത ചോദ്യം ദ ഈറിസ് സൗണ്ട് ഫ്ലോട്ടഡ് ഡാഷ് ദെയർ ഒഴുകി നടക്കുന്നു ശബ്ദം എന്ത് ചെയ്യുന്നു എയറിൽ ഉണ്ട് എന്ന് പറയുന്നത്. എയറിൽ ഒന്നിൽ ഇന്ന് ചേർത്തിട്ടാണ് ഫ്ലോട്ടഡ് ഇൻ ദി എയർ എന്നാണ് പറയുന്നത്. ഇൻ ദി എയർ. ഓവർ എന്ന് പറഞ്ഞ ഒന്നിന് മുകളിലൂടെയുള്ള ചലനത്തെ സൂചിപ്പിക്കുന്നു. എലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എലോങ് ഒരു പ്രിപ്പോസിനായിട്ട് ഉപയോഗിക്കുന്ന വാക്കൊന്നുമില്ല. ഓഫ് എന്ന് പറയുന്നത് കാരണത്താൽ എന്നർത്ഥം. നമുക്ക് ഇന്ന് എയറിൽ എന്നർത്ഥത്തിൽ ഇന്ന് ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഡാഷ് 8:15 AM ഏതാ കൃത്യ സമയങ്ങളാണെങ്കിൽ എന്ത് ചേർക്കാൻ പറഞ്ഞു അറ്റ് ചേർത്തിട്ട് പറയുക അറ്റ് 8:15 അടുത്ത ചോദ്യം മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് October 28. ഈ October 28 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് അല്ലേ. ഡേറ്റിന് മുന്നിൽ ഓൺ ചേർക്കണം. ഡേറ്റിന് മുന്നിൽ ഇപ്പം മാസം കണ്ടുകൊണ്ട് നിങ്ങൾ ഇന്ന് ചേർത്ത് വയ്ക്കരുത്. ഒരു ഡേറ്റ് ആണ് 28 എന്ന് പറഞ്ഞ ദിവസം കൂടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഡേറ്റ് ആണ്. അതുകൊണ്ട് ഓൺ ചേർത്തിട്ട് പറയണം. ഓൺ ഓപ്ഷൻ സി ഓൺ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 5 years. ഹാസ് ബീൻ ഹാവ് ബീൻ ഹാഡ് ബീൻ വന്നാൽ ഉത്തരം ഏതെഴുതാൻ പറഞ്ഞു സിൻസ് അല്ലെങ്കിൽ ഫോർ. 5 years എന്ന് പറയുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ആയതുകൊണ്ട് ഉത്തരം ഏതെഴുതാം ഫോർ അവിടെ ഉത്തരമായിട്ട് എഴുതാം. അടുത്ത ചോദ്യം നോക്കിയേ ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ്. ഇൻകറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഏത് നമുക്ക് ഓരോ ചോദ്യം വായിക്കാം. ഹീസ് അലർജിക് ടു ക്യാറ്റ്സ്. അലർജിക്ക് കഴിഞ്ഞ ടു ചേർത്തിട്ട് ടു ക്യാറ്റ്സ് എന്ന് പറയാം. തെറ്റില്ല, ശരിയാണ്. ഷീ ഈസ് ഫോണ്ട് ഓഫ്. ഫോണ്ട് കഴിഞ്ഞാൽ ഓഫ് ചേർക്കാം. ഫോണ്ട് ഓഫ് പ്ലേയിങ് ദ പിയാനോ. ഫോണ്ട് ടയേർഡ് എന്ത് ചെയ്യുന്നൂടെ കോൺഫിഡൻറ്റ്. ഫോണ്ട് ടയേർഡ് കഴിഞ്ഞാൽ ഓഫ് ചേർക്കാം. പ്ലസ് ING വരുന്നു. അതുകൊണ്ട് ഓഫ് ഔട്ട് ഉത്തരം ശരിയാണ്. അടുത്ത നോക്കിയത് ടീച്ചർ ഇൻസിസ്റ്റ് ഇൻ കംപ്ലെയിൻ അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ അസൈൻമെന്റ്. ഇവിടെ ഇൻസിസ്റ്റ് കഴിഞ്ഞാൽ ഇൻസിസ്റ്റ് ഓൺ ആണ് വരേണ്ടിയിരുന്നത്. ഓൺ ഇവിടെ ഇന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന തെറ്റാണ്. പാസ്റ്റ് സെന്റൻസ് ആണ്. തെറ്റായിട്ടുള്ള സെന്റൻസ്. ദേ ആർ എക്സൈറ്റഡ് എബൌട്ട് ദ അപ്കമിങ് ട്രിപ്പ്. എബൌട്ട് പറയാം. എക്സൈറ്റഡ് എബൌട്ട് പറയാം. അപ്പൊ നമുക്ക് തെറ്റായിട്ട് വന്നിരിക്കുന്നത് ഏതാ സി ഓപ്ഷൻ. കാരണം എന്താ ഇൻസിസ്റ്റ് കഴിഞ്ഞാൽ ഓൺ ആണ് വരേണ്ടിയിരുന്നത്. ഇന്നാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ ദ ബർഗ്ലർ ജംപ്ഡ് ഡാഷ് ദ കോമ്പൗണ്ട് വാൾ.
അപ്പൊ ജംഡ് ആ മതിൽ ചാടി കടന്നു പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നിന് മുകളിലൂടെയുള്ള ചലനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു? ഓവർ ഉപയോഗിക്കുന്നു. ഒന്നിന് മുകളിലൂടെ ചലനമാണെങ്കിൽ ഓവർ ഉപയോഗിച്ച് പറയുന്നു. അടുത്ത ചോദ്യം, ദ ആർട്ടിസ്റ്റ് പെയിന്റഡ് എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഡാഷ് ദ ക്യാൻവാസ്. ഓവർ ഉണ്ട്, ഓൺ ടു ഉണ്ട്, ഇന്നുണ്ട്, എക്രോസ് ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? ഏതാ നോക്ക്, അവിടെ വന്നിരിക്കുന്നതിൽ ഉത്തരമായിട്ട് വരുന്നത് ഓൺ ടു ആണ്. ഓൺ ടു ദ ക്യാൻവാസ്. ഓൺ ടു മീൻസ് ഒന്നിനു മുകളിൽ, പ്രതലത്തിലായിട്ട്, ഒന്നിൻ്റെ മണ്ടയിലായിട്ട്. അപ്പോൾ ഓൺ ടു ദ ക്യാൻവാസ് പറഞ്ഞാൽ ഇൻ ദി ക്യാൻവാസ് എന്ന് പറയും. ഇന്നെന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്ന അർത്ഥത്തിൽ പോവും. ഓൺ ടു ക്യാൻവാസ്, ഓൺ ടു ദ ക്യാൻവാസ് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം, ഹരി ഈസ് ഗുഡ്, വെരി ഗുഡ് ഡാഷ് മിമിക്രി. നമ്മൾ പഠിച്ചു ഗുഡ്, അതുപോലെ ഗ്ലാൻസ്, അതുപോലെ ഗസ്. ഈ വാക്ക് ലൈനിൽ എന്ത് ചേർക്കാം? അറ്റ്. ഇങ്ങനെയാണെങ്കിൽ ഏത് വരുന്നു? ഓപ്ഷൻ സി, അറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, ഹി ഈസ് ഡിപ്പെൻഡന്റ് ഡാഷ് മീ, ഡിപ്പെൻഡന്റ് അപ്പോൺ മീ, എന്നിൽ എന്നർത്ഥത്തിൽ ഡിപ്പെൻഡന്റ് അപ്പോൺ മീ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, യൂസ് ദ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ. ദ മിനിസ്റ്റർ കെയിം ഡാഷ് എ ഹെലികോപ്റ്റർ. അപ്പോൺ ഉണ്ട്, ഓൺ ഉണ്ട്, ഓവർ ഉണ്ട്, ഇന്നുണ്ട്. അപ്പോൺ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മണ്ടയിൽ എന്നാണ്. ഇപ്പം മണ്ടയിൽ നിന്ന് വരുന്ന പറയാൻ പറ്റുമോ? ഓൺ എന്ന് പറഞ്ഞാൽ ഒന്നിന് മുകളിൽ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഒന്നിന് മുകളിലേക്ക്, ഓവർ എന്ന് പറഞ്ഞാൽ ഒന്നിന് മുകളിലൂടെ, ഇന്നെന്ന് പറഞ്ഞാൽ ഒന്നിനുള്ളിൽ. ഇപ്പം ഹെലികോപ്റ്ററിനുള്ളിലല്ലേ വരുന്നത്? ഇപ്പം ഇന്ന അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇന്നെ ഹെലികോപ്റ്റർ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയത് പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെടുത്തി 2025-26 കാലഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാവരും എന്നോടൊപ്പം ചെയ്തു നോക്കിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വളരെ കൃത്യമായി പ്രിപ്പോസിനൊക്കെ നോക്കുക. താങ്ക് യു.